വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ അവരെന്തൊക്കെ നിങ്ങളോട് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരോടൊരു സിമ്പതി, എമ്പതി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊരു പ്രത്യേകത നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ തോന്നുന്നുണ്ടാവാം, പക്ഷേ ഈ ബന്ധത്തിൽ എപ്പോഴും ഭയങ്കര പ്രോബ്ലംസ് ആയിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെയുള്ള റീഡിംഗ് ആണ്. എനിക്ക് കോൾഡ് ആയതുകൊണ്ട് സൗണ്ട് ഭയങ്കര മിസ്റ്റേക്കാണിന്ന്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടാവാം. എനിവേ, റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഏതിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ശേഷം റീഡിങ്ങിലോട്ട് പോകാം. ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. Consciousness, sorrow, rebirth, existence, trust, outsider. ബോട്ടം ഓഫ് ദ ഡെക്ക് ലേസിനെസ് ആണ് വന്നിരിക്കുന്നത്. Tower, King of Swords, Ten of Cups, Hierophant, 3 of Cups, 6 of Wands, 9 of Pentacles, Devil, 8 of Pentacles, 5 of Wands, Queen of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് Ace of Wands ആണ് വന്നിരിക്കുന്നത്. ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു അടുപ്പം തോന്നുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ 2 പേരുടെയും ഒരു റീബേർത്ത് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. മേ ബി ഇത് മുൻജന്മ ബന്ധമായിരിക്കാം, അതുകൊണ്ടാണ് ഇവിടെ റീബേർത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം. അതായത് ഒരാളെ അധികമായിട്ട് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആയിരിക്കാം ആ ട്രസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വിചാരിച്ച് എല്ലാവരെയും അങ്ങ് കണ്ണു അടച്ച് വിശ്വസിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, അത് ഹീലാകാൻ വേണ്ടിയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നത്. പിന്നെ ഇവിടെ എക്സിസ്റ്റൻസ് വന്നിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത് മുൻജന്മത്തിൽ തന്നെ ഈ ട്രസ്റ്റ് ഇഷ്യൂ ഒരു ട്രോമയായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇതൊരു കർമ്മയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുൻജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകുന്ന എന്തോ ഒരു കാര്യം മുൻജന്മത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം അത് ഹീലായാൽ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സിസ്റ്റൻസുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജന്മത്തിലും മുൻജന്മത്തിൽ നടന്ന ആ ഒരു ട്രോമ, എന്ത് ഇൻസിഡൻ്റ് ആണോ മുൻജന്മത്തിൽ നിങ്ങൾക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ വരാനുള്ള കാരണമായിട്ട് വന്നിരിക്കുന്നത്, ആ സെയിം പാറ്റേൺ തന്നെ ഈ ജന്മവും നിങ്ങൾക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ വൂണ്ടഡ് ആയി നിൽക്കുന്ന ആ ഒരു എനർജി ഉണ്ട്, അതായത് ട്രസ്റ്റ് ഇഷ്യൂ, ആ ഒരു എനർജി പുറത്ത് വരണം. അത് പുറത്ത് വന്നാൽ മാത്രമേ അത് ഹീലായി പോകൂ. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഈ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി
നിങ്ങളിലേക്ക് വന്നത്. ഇത് മുൻജന്മ ബന്ധമാണോ എന്ന് ചോദിച്ചാൽ മുൻജന്മ ബന്ധം ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ മുൻജന്മത്തിൽ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും റീബേർത്ത് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് മുൻജന്മത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ട്. ഇത് കാണുന്ന കൂടുതൽ പേരിലും നിങ്ങൾക്കാവാനാണ് ചാൻസ്. റയർ കേസിൽ മാത്രം രണ്ടുപേർക്കും ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പുറത്ത് വന്ന് ഹീലാക്കാൻ വേണ്ടിയാണ് ഈ ജന്മം നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റൻസുമായിട്ട് കണക്റ്റ് ആവാൻ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റു പലരിൽ നിന്നും പല ഇൻഫോർമേഷനും കിട്ടാനുണ്ടാവാം. പക്ഷേ ഈ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തടസ്സമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. മറ്റൊരാളോടുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പല കാര്യങ്ങളും നമുക്ക് റിവീൽ ആയിട്ട് വരുന്നത്. അതായത് പല ഇൻഫോർമേഷനും നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ ബോധം വികസിക്കുമ്പോഴാണ് നമ്മൾക്ക് പല ഇൻഫോർമേഷൻ ഹയർ ലെവലിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹയർ ലെവലിലോട്ടേക്കുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ പ്രോപ്പറായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. ഈ ഇഷ്യൂ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ, സ്പിരിച്വൽ ഗ്രോത്തിനെ അതൊരു ബ്ലോക്ക് ആയിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ എന്നാലും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തുറന്ന് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളുടെ കർമ്മയാണ്. ഈ ഒരു കർമ്മ ഹീലാക്കപ്പെടാനാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. ഇത് ഏത് റിലേഷൻ ആണെങ്കിലും, അതായത് പാരൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, ഏത് റിലേഷനും ആവാം. അപ്പോൾ ഏതൊരു വ്യക്തിയെയാണോ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് ഹീലാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് മുൻജന്മത്തിൽ വന്ന ഒരു ട്രോമയാണ്. അത് വൂണ്ടഡ് ആയിട്ടുണ്ട്. ഇത് പുറത്ത് വരണം. ഇത് പുറത്ത് വന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് അത് ഹീലാവുന്നത്. അഡ്രസ്സ് ചെയ്യാത്ത കാര്യം ഒരിക്കലും ഹീലാവില്ല. എപ്പോഴാണോ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ആ സമയത്ത് ഹീലാവും. നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ള നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ഹീലാവുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ നടക്കണം. അക്സെപ്റ്റ് ചെയ്യണം, അത് അഡ്രസ്സ് ചെയ്യണം. ആദ്യം നടക്കുന്നത് അഡ്രസ്സ് ചെയ്യലാണ്. അത് ഓൾറെഡി കുറേ പേര് ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് ഹീലായി പോകും. ആ സമയത്ത് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷനും നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വഴക്ക് കൂടുന്നുണ്ടാവാം. പല കാര്യത്തിലും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂ ഈ വ്യക്തിയായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് വരുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഇത് പുറത്ത് വരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഉള്ളിലെ വൂണ്ടഡായി കിടക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവുന്നത്. ഇത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല ഇതാണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം പുറത്ത് വന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് ഹീലായി പോകുമ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷനും നല്ല സ്മൂത്ത് ആയിട്ട് വരും. എന്തൊക്കെ പ്രോബ്ലംസ് ഇഷ്യൂസൊക്കെ ഇപ്പോൾ ഈ വ്യക്തിയായിട്ട് നിലവിലുണ്ടോ അതൊക്കെ മാറി നല്ലൊരു റിലേഷനിലോട്ടേക്ക് വരാനുള്ള ചാൻസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അത് സോൾ കോൺടാക്റ്റിൻ്റെ ഭാഗമായിരിക്കാം ഈ ഇൻറ്റ്യൂട്ടീവ്ലി വരുന്ന കണക്ഷൻ. ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ റലം അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒരു ഗ്രോത്ത് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു ഭാഗം. നിങ്ങളുടെ വൂണ്ടഡായി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഹീലാവുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്നത് നല്ലൊരു സ്പിരിച്വലി ഉള്ള ഗ്രോത്തും വരും. പിന്നെ ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്തും വരും. സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നത നിലയിൽ നിങ്ങൾ എത്തും. അത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ബ്ലോക്കായിട്ടുള്ളത് നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂ ആണ്. അതവിടെ ക്ലിയർ ആവണം. അത് ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് ബ്ലോക്കായിട്ട് മാറുമ്പോൾ ഏകദേശം നിങ്ങളുടെ ഒരു 75% സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഒന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഈ ബ്ലോക്ക് ഒരു കാരണമാണ്. മറ്റ് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ വ്യക്തിയുമായിട്ടുള്ളത് നോക്കുമ്പോൾ ഈ ഒരു കാരണമാണ് വന്നിരിക്കുന്നത്. മറ്റ് പല കാരണങ്ങളും നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്തിനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും എല്ലാത്തിനും വേറെയും കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേകതരം അടുപ്പം തോന്നുന്നത് എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത്. എത്ര തന്നെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അടുപ്പം ഈ വ്യക്തിയോട് തോന്നുന്നുണ്ടാവാം. അതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്റ്റ് ആണ്.
രണ്ടുപേർക്കും പാസ്റ്റ് ലൈഫ് ഉണ്ട്. ഈ ജന്മം പുനർജനിച്ചത് ഈ ഒരു കാര്യം കൂടി അവിടെ ഹീലാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര മടി ഉണ്ടാവാം പല കാര്യങ്ങളിലും. ആ മടി വരുന്നതും ഈ ബ്ലോക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ ട്രസ്റ്റ് ഇഷ്യൂ മാറിയാൽ തന്നെ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്ന ഈ മടി അവിടെ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ മടി എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് മടി വരുന്നത്. ഒരു മറ്റുള്ളവരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് മടി വരുന്നത്. അപ്പം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓപ്പണായി സംസാരിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരും കൂടി നിങ്ങളുടെ കാര്യത്തിലോട്ട് ഇൻവോൾവ് ആകുമ്പോൾ അവിടെ നിങ്ങൾക്ക് മടി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോയിന്റ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. Abundance, aloneness, the dream, trust, flowering, പ്രൊജക്ഷൻ, ബോട്ടം ഓഫ് ദ ഡെക്ക് ക്രിയേറ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. Temperance, Wheel of Fortune, 7 of Cups, Page of Wands, Six of Wands, 7 of Swords, Devil, 3 of Cups, Hanged Man, Page of Cups, 9 of Swords, Emperor, Empress. ബോട്ടം ഓഫ് ദ ഡെക്ക് ഹയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഈ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേകതരം അടുപ്പം തോന്നുന്നത് എന്നുള്ള റീഡിംഗ് ആണ്. അതിന് ആൻസർ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ എനർജിയുമായിട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടിയാണ് വന്നതെന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ ഉള്ളിലെ സ്ത്രീ തത്വമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഇല്ല. ആ ഒരു കണക്ഷൻ നല്ല രീതിക്ക് വരാൻ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു വല്ലാത്തൊരു പ്രത്യേകത തോന്നുന്നത്. കാരണം ഇമോഷണലി നിങ്ങൾ ഈ വ്യക്തിയിൽ കണക്റ്റഡ് ആയിരിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ആ ഇമോഷനിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫെമിനൈൻ എനർജിയിൽ ടച്ച് ആവേണ്ടത്. അത് ഫെമിനൈൻ വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾ ഇമോഷണലി ഒരു കണക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ഫെമിനൈൻ അവിടെ ഉണരുവാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു ലവ് റിലേഷനിലുള്ള ആൾക്കാരായിരിക്കാം ഈ ഒരു റീഡിംഗ് കൂടുതലും സെലക്ട് ചെയ്തത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ, നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ അത്രത്തോളം ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒന്ന് ശരിയായി വരുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം അത്ര നല്ല രീതിയിൽ പോകുന്നത് കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ ഒരു ഡിവൈനിറ്റിയിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നല്ല രീതിക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇവരും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ വരുന്നത്. ഇവിടെ ഒരു കർമ്മയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ
എന്തോ ഒരു കർമ്മ കാണിക്കുന്നുണ്ട്. മേ ബി പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം. അത് ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു കർമ്മയാണോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് വരുന്നത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വന്ന കർമ്മ ഹീലാക്കാൻ ഈ വ്യക്തി ഒരു സോൾ കോൺട്രാക്റ്റിലൂടെ വന്നതായിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ 2 തരം എനർജി ഇവിടെയുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ട് ഏത് തരം ഇതാണെങ്കിലും ഇത് നിങ്ങളുടെ ഫെമിനൈൻ എനർജിയിലോട്ടേക്ക് കണക്റ്റ് ആക്കാൻ വേണ്ടി വന്നതാണ്. ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും നല്ല രീതിക്ക് പോകാത്തൊരു ബന്ധമാണെങ്കിലോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഹീലാകുമ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൂടി നല്ല രീതിക്ക് ഹീലായി വരും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലായി നല്ലൊരു രീതിയിലേക്ക് ഈ ബന്ധം വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ പേർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇമോഷണലായിട്ട് ഇവരെ ചേസ് ചെയ്ത് പോകുന്ന ക്യാരക്ടറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇമോഷണൽ ആവുന്നോ അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലുവാണ് ചെയ്യുന്നത്. മാത്രമല്ല കൂടുതൽ നിങ്ങൾ വൂണ്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് മാറ്റാനാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ, അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇമോഷണലിയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള കണക്ഷനും ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുന്നു അത്രത്തോളം ഈ വ്യക്തിയുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിലോട്ടേക്ക് കണക്ഷൻ വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കൂടുതൽ പേരും ഇവിടെ ഇൻട്രോവേർട്ടായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു സൈലൻസ് ഉണ്ടാവും. മാത്രമല്ല എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ നിങ്ങൾ ബോണ്ടഡ് ആയി പോകും. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങളിൽ ഇവിടെ ഒരു ഫ്ലവർ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ ആ ഒരു എനർജി ഉണരാനുണ്ട്. ഒരു ഫെമിനൈൻ എനർജി ഉണരുമ്പോഴാണ് നമ്മളിൽ അങ്ങനെ ഒരു ഫ്ലവറിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ടേക്ക് നിങ്ങൾ എത്താനുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ തന്നെ റിഫ്ലക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പ്രൊജക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഈ വൂണ്ടഡ് ഫെമിനൈൻ ആകുമ്പോൾ നിങ്ങളുടെ ഇമോഷനും വൂണ്ടഡ് ആണ്. അപ്പോൾ ഈ വൂണ്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് നിങ്ങൾ ആ ഒരു വ്യക്തിക്കും കൊടുക്കുന്നത്. അതായത് നിങ്ങൾ കൊടുക്കുന്നതല്ലെങ്കിലും അവർക്കത് ഓട്ടോമാറ്റിക്കലി ഒരു റിഫ്ലക്ഷൻ ആയിട്ട് അവരിലോട്ട് വരും. അപ്പോൾ ആ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ബോണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസാണ്. അത് ആ വ്യക്തിയിലും വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മോശമായിട്ട് മീൻസ് പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇതിലോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം അങ്ങനെയാണ് ഉള്ളതെങ്കിൽ അതിന് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചേസിങ്ങും കംപ്ലീറ്റ് മാറ്റി ഇമോഷൻസിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഇമോഷൻ ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡിയിലെ വാട്ടർ എലമെൻറ്റിൻ്റെ ആ ഒരു ഭാഗം ഹീൽ ചെയ്താൽ മതി. അത് ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. വാട്ടർ എലമെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ കാണിക്കുന്നത്. കാരണം ഫെമിനൈൻ ഇമോഷൻസ് ആണ്. ഇമോഷൻസ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ്. വാട്ടർ എലമെൻറ്റിൻ്റെ മന്ത്രാസോ അല്ലെങ്കിൽ എന്തെങ്കിലും മുദ്രയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. അതിലൂടെ നിങ്ങളുടെ ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് എവേക്കണിങ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇവിടെ എവേക്കണിങ് അല്ല, വോണ്ടഡ് ആണ്. അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ലൈഫിൽ ഒരു 70% കാര്യങ്ങളും അതിൻ്റേതായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വ്യക്തിയായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ബാക്കി വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് വേറെയുണ്ട്. ഇവരുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഇവരുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ലെസൺ ലേൺ ചെയ്യാനുണ്ട്. ഒരു സോൾ കോൺട്രാക്റ്റ് ആയവർക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ആ പഠിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങളുടെ കർമ്മ തീരുന്നത്. വീൽ ഓഫ് ഫോർച്യൂണും ഡബിളും കാണിക്കുന്നത് ഇവിടെ കർമ്മ നിങ്ങളുടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ എനർജി ബാലൻസിങ്ങും വരുത്തേണ്ടത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫെമിനൈൻ എനർജി തന്നെയാണ് കൂടുതലും കാണുന്നത്. ഇമോഷണലി നിങ്ങൾക്കൊരു ബാലൻസും കാണുന്നില്ല. ഭയങ്കര വോണ്ടഡാണ്. ആ ബാലൻസിങ് ആണ് വരേണ്ടത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ ഉള്ളവരാണ് കാണുന്നതെങ്കിൽ അവർ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ കാണുന്നത് അവർ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ ഏത് തരം ബന്ധമാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലോ ഏത് തരം ബന്ധമാണെങ്കിലും അവർ നിങ്ങളുടെ എനർജിക്ക് മാച്ച് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അതായത് രണ്ടുപേരും എനർജറ്റിക്കലി നല്ല കണക്റ്റഡ് ആണ്, മാച്ചാണ്. പക്ഷേ ഈ ഒരു
നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തന്നെ ഉള്ളിലെ റിഫ്ലക്ഷനാണ് എന്നാണ് കാണിക്കുന്നത്. അതാണ് ഈ പ്രൊജക്ഷൻ കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൻ്റെ ബാലൻസ് ഇല്ലായ്മയാണ് ഈ ബന്ധത്തിലും ഒരു ബാലൻസ് വരുത്താത്തത്. അപ്പോൾ ആ ബാലൻസ് ആണ് ആദ്യം വരുത്തേണ്ടത്. ഈ ബാലൻസ് വരുമ്പോൾ ഈ വ്യക്തിയായിട്ടുള്ള ബാലൻസിങ്ങും വരും. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ബാലൻസിങ് വരുത്താൻ വേണ്ടി നിങ്ങളുടെ ഫെമിനൈൻ എനർജിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് കെയർ കൊടുക്കുക, ബോഡി നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫെമിനൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാവിറ്റി എനർജിയാണ്. അപ്പോൾ അതെപ്പോഴും അട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോഡിയിലാണ് ശ്രദ്ധിക്കേണ്ടത്. ബോഡി എത്രത്തോളം കെയർ ചെയ്യുന്നോ, എത്രത്തോളം നിങ്ങളുടെ കെയർ ചെയ്യുന്നോ, അതിലാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.